നമസ്കാരം. കുറെ നാളുകൾക്ക് ശേഷം കേരളം ഒരുപോലെ വലിയ രീതിയിൽ തന്നെ മുഴുവൻ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം. ഈ മലയാള സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി യുവ നടിമാരും അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായി ഞങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു, പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിലെ ഒരുപാട് ഭാഗങ്ങൾ മാറ്റിയിരിക്കുന്നു, നിരവധി പേജുകൾ മാറ്റിയിരിക്കുന്നു എന്നൊക്കെയാണ് വരുന്നത്. അപ്പോ ഇതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പല സ്ത്രീകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല ചൂഷണങ്ങൾക്കും വിധേയമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും സുരക്ഷിതരായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കഴിയുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ആ സമയത്ത് തന്നെ ശ്രമിച്ച സ്ത്രീകൾ പലരും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വിലക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ. ഇപ്പൊ ശ്വേതാ മേനോൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ 9 സിനിമകളിൽ താൻ കരാർ എഴുതിയിരുന്ന സിനിമകൾ പോലും കരാർ കൊടുത്ത സിനിമകൾ പോലും അതിൽ നിന്ന് അഭിനയിക്കാൻ പറ്റാതെ പിൻവാങ്ങേണ്ടി വന്നു, അതിൽ അഭിനയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലർ അവരുടെ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ചില യുവ നടിമാരാണ്. അതിൽ ഒരു നടി കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങൾക്ക് മുന്നേ കൊടുത്ത ഒരു വലിയ അഭിമുഖം ഉണ്ടായിരുന്നു. അവരുടെ പേര് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം എല്ലാവരും കണ്ടതായിരിക്കും പലരും. അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഫോട്ടോ ഷൂട്ട് ആദ്യം നടക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു ചില്ലിട്ട മുറിയിൽ തന്നെ കയറ്റി നിർത്തിക്കൊണ്ട് അവിടെ വെച്ചായിരുന്നു ഫോട്ടോഷൂട്ട് നടത്തുന്നത്. അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് ഈ ഫോട്ടോ എടുക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് അവർ പറയുന്നത് തന്നെ ആദ്യം തൻ്റെ മുടി കുറച്ച് മാറിക്കെടുക്കുന്നു. അപ്പോൾ ആ മാറിക്കെടുക്കുന്ന മുടി ഒന്ന് ശരിയാക്കിയിട്ട് നിങ്ങൾ വരൂ, അത് ശരിയാക്കി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇവര് മറ്റൊരു റൂമിലേക്ക് പോയി ഇത് ശരിയാക്കുന്ന സമയത്ത് പുറകിലൂടെ വന്ന് അവര് ഭീകരമായിട്ട് തന്നെ അവരെ മുറുകെ കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത്, ഇത് പിടിക്കുന്ന സമയത്ത് അവര് വലിയ തരത്തിൽ തന്നെയിലും വലിയ ആരോഗ്യമുള്ള ആയതുകൊണ്ട് കൊതറി ഓടാനൊന്നും അവർക്ക് സാധിച്ചിട്ടുണ്ടായില്ല. അവര് തന്റെ കയ്യിലുള്ള ക്യാമറ, ഈ കെട്ടിപ്പിടിച്ച ആളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ തട്ടി മാറ്റിയിട്ടാണ് കുതിരി ഓടിയത് എന്ന് കൂടി അലറി വിളിച്ചുകൊണ്ട് ഓടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇയാൾ പറയുന്നുണ്ട്, കെട്ടിപ്പിടിച്ച സമയത്ത് 10 മിനിറ്റ് നേരം സഹകരിച്ചു കഴിഞ്ഞാൽ, നിന്ന് തന്നു കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ ഒരു നായികയുടെ മകളായിട്ട് അഭിനയിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോലും അവർ പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന വ്യക്തി പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതുപോലെ തന്നെ താൻ മറ്റൊരു യുവനടി പറഞ്ഞത്, താൻ പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ ക്രൂരമായിട്ടാണ് പ്രധാനപ്പെട്ട ഇന്നിപ്പോ രാജിവെച്ചിരിക്കുന്ന സിദ്ദിഖ് ഇതുപോലെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പുറത്ത് പറയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി അങ്ങനെ കുറെ വെല്ലുവിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കേരള സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീ ജനങ്ങൾ ഒരു തരത്തിലും സുരക്ഷിതരല്ല. ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല, അത് എല്ലാ മേഖലയിലും ഇതുപോലെ തന്നെയാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങൾ അത് നിസ്സാരമല്ല, അത് കൃത്യമായിട്ടറിയാം. ഇത് വ്യത്യസ്തമായിട്ട് കാണുന്നത്, തങ്ങളുടെ മേഖലയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ തങ്ങൾക്ക് സാധിക്കുമോ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോ ഇന്നലെ മറ്റൊരു സ്ത്രീ കൂടി വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു സോണിയ മൽഹോത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവരൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് തൊടുപുഴയിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ട്, ആദ്യമായിട്ടാണ് താൻ അദ്ദേഹത്തെ കാണുന്നത്, താൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയ സമയത്ത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് പോയി വരുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് തൻ്റെ അടുത്ത് മോശമായിട്ട് പറയുകയും തന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡയലോഗ് ഒക്കെ ഇറക്കിയിട്ടാണ് ഇവരെ
ഈ ഒരു പാവപ്പെട്ട സ്ത്രീയെ കയറി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് തന്നെ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ തന്നോട് അപ്പോൾ തന്നെ ഒരു പ്രപ്പോസൽ വെക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് ഇവരെടുക്കുന്നതെന്നും, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മുടെ സ്ത്രീ ജനങ്ങൾക്കൊരു സംരക്ഷണം വേണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ എടുക്കാൻ ഇവിടുത്തെ സർക്കാരിനും അതോടൊപ്പം തന്നെ ആ അമ്മ പോലുള്ള സംവിധാനങ്ങൾക്കും സാധിക്കണം. ഇപ്പോൾ അമ്മയിൽ ഒരു പവർ ടീം ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകൾ എല്ലാം മാധ്യമങ്ങൾ മുഴുവൻ എത്തുന്ന പ്രധാനമായിട്ട് ചർച്ച ചെയ്താണ്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള ശ്രീമാൻ രഞ്ജിത്ത്, സംവിധായകൻ, അദ്ദേഹം ഇന്നിപ്പോ രാജിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കാണുന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ട് ഉണരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ്, പ്രമുഖ സിനിമാ താരം സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നു, ഇപ്പോൾ താനൊരു തെറ്റുകാരനല്ല എന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ താൻ എന്തിനാണ് രാജിവെക്കുന്നത്? അതിന് അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെതിരെ പോരാടുക എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പല മേഖലയിൽ നിന്നും വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾക്കറിയാം ഇതിൽ തെറ്റേതാണ് ശരി ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. തെറ്റ് ചെയ്തവർ എന്ത് ചെയ്യണം? ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചില സ്ത്രീകൾ തങ്ങളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തനിക്കെതിരെ ആരോപണമായിട്ട് വരുമ്പോൾ ആരോപണം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് നിസ്സാര സമയങ്ങൾക്കകം തന്നെ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാം. ഇപ്പൊ മോഹൻലാലിനെതിരെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സജീവമാണ്, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു വ്യക്തി നിരന്തരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നു. പല തരത്തിലുള്ള വിമർശനങ്ങൾ, പരിഹസിച്ചും ഇതൊക്കെ പറയുന്നുണ്ട്. ആരെയും ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷെ പുള്ളി പല രീതിയിൽ പല ഡയലോഗുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ആളെ ഈ മോഹൻലാലിനെ ഈ പറയുന്ന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് മോഹൻലാൽ അവിടെ ചെന്ന സമയത്ത് അവിടെ ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന ആൾ അവിടെ ഷോ കാണിച്ചു മോഹൻലാൽ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിനെതിരെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് ഉടൻ തന്നെ മോഹൻലാലിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പരാതിയുമായിട്ട് പോവുകയും അതോടൊപ്പം തന്നെ ചെകുത്താൻ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ മാധ്യമങ്ങളിലും എല്ലാം വലിയ രീതിയിൽ വന്നതാണ്. അപ്പോൾ ഇതേ സാഹചര്യം ഇങ്ങനെ കേസ് കൊടുക്കാൻ അറിയാവുന്ന ആളാണ് സിദ്ദിഖ്. അപ്പൊ സിദ്ദിഖിനെ സംബന്ധിച്ച് സിദ്ദിഖിനെതിരെ ഒരു യുവനടി, വലിയ പ്രശസ്ത ആയിട്ടുള്ള ഒരാളൊന്നുമല്ല കേരളത്തിൽ. അവരുടെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അവരെ നേരിട്ട് ഈ ടി വിയിലൂടെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൊബൈലിലൂടെ കാണുന്ന സമയത്ത് ഇവരെ മറ്റൊരു ഏതെങ്കിലും സിനിമയിൽ കണ്ട് ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരു യുവനടിയാണ്. അപ്പോൾ അവർ ഏതോ കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടോ തോന്നുന്നു, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നടി സിദ്ദിഖിനെ പോലെ ഇതുപോലെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കേരളം മുഴുവൻ അറിയുന്ന മലയാളികൾ, ലോകത്തുള്ള മുഴുവൻ മലയാളികളും അറിയുന്ന ഒരു പ്രമുഖ നടനെതിരെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ട് സിദ്ദിഖ് ഈ സ്ത്രീക്കെതിരെ പരാതിയുമായിട്ട് പോലീസിന് മുന്നിലേക്ക് പോയില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്തോ ഒന്ന് ഭയപ്പെടുത്തുന്നു സിദ്ദിഖിനെ എന്നുള്ളതിൽ തർക്കമില്ല. രാജിവെക്കുന്നതിനോടൊപ്പം തന്നെ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ശരി, താങ്കൾക്ക് ആ ഒരു ആരോപണം ഉണ്ടായിട്ട് ആ ആരോപണത്തിന്റെ എല്ലാ സംഭവങ്ങളും മാറിയതിനു ശേഷം ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖിന് സ്ഥാനം ഒഴിയുക. അതോടൊപ്പം തന്നെ ഈ സ്ത്രീക്കെതിരെ നിയമ നടപടി എടുക്കാൻ സിദ്ദിഖ് തയ്യാറാകണമായിരുന്നു. അങ്ങനെ തയ്യാറാകാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ പറയുന്ന സിദ്ദിഖ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അവിടെ എന്തോ ഒരു കള്ളത്തരമില്ലേ എന്ന് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ചിന്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ കമന്റുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ ഇതിൽ ഒരു പ്രത്യേക ചില ഇപ്പോൾ പാർവതിയെ പോലെയുള്ള പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട താരമെല്ലാം ഇപ്പൊ കുറെ നാളുകളായിട്ട് സിനിമാ മേഖലയിൽ പോലും ഇല്ല. ഇന്ന് ഈ അടുത്താണ് ഒരു സിനിമ വന്നിരിക്കുക. അതിന് മുന്നേ ഒരുപാട് നാൾ ഇവര് ശൂന്യമായിരുന്നു, ഇവർ എവിടെയായിരുന്നു എന്നൊക്കെ നമ്മൾക്ക് പോലും അറിയില്ല, ചില സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നെങ്കിൽ പോലും. അപ്പൊ ഇവരെ പോലെയുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള എന്തോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശക്തികൾ എല്ലാം ആരാണെന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനത്തിന് ഇവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഫസ്റ്റ് റിപ്പോർട്ട്സ്.